ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പാർട്ട് 2. ഇന്നാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് റെഡിയൊക്കെ ആയി കഴിഞ്ഞു. ഈ ഹെയർ ഓടിങ് കെട്ടേണ്ട ആവശ്യമുള്ളൂ. മമ്മേനൊക്കെ വിളിച്ചേൽപ്പിക്കണം, പോകണം. എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്താണ് ഈ പ്രാവശ്യം പക്ഷേ വലിയ എക്സൈറ്റ്മെൻറ്റോ വലിയ ഇതോ ഓവർ തിങ്കിങ്ങോ ഒന്നുമില്ല, ടെൻഷനും ഇല്ല. തോക്കണേ തോക്കട്ടെ, ജയിക്കണേ ജയിക്കട്ടെ എന്നുള്ളതാണ് മൈൻഡിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാറിൻ്റെ റോഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ആശ്വാസം മാത്രം എനിക്കുണ്ട്. മൈക്കിൾ ബേബി എനിക്കിട്ടില്ല. മൈക്കിൾ ബേബി ഇവിടെ നല്ല ഉറക്കത്തിൽ തന്നെയാണ്, കണ്ടില്ലേ. ഇനി മമ്മീനെ വിളിച്ചേൽപ്പിക്കണം. ബാക്കിയെല്ലാം മൈക്കിൾ ബേബി കൊണ്ടുപോകാനുള്ള പാല് അങ്ങനെ എല്ലാം റെഡിയാക്കി. ഇനി ആകെ കുറച്ച് മുടി കെട്ടണം, മമ്മീനെ ഏൽപ്പിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമുണ്ടോ. ഒരു 6:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ച് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് വലിയ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. സാറ് വരുന്നു, നമ്മൾ പേപ്പർ ഒപ്പിടിപ്പിക്കുന്നു, പിന്നെ ഹൈലൈറ്റ് നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ മറക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമുക്ക് ലൈസൻസൊക്കെ പാസ്സായി. നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരു മീനിൻ്റെ ഒക്കെ മറ്റേ ഷോ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ അക്വേറിയത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്നില്ലേ. മൈക്കിൾ ബേബിനെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്നൊക്കെ വെച്ച് റെഡിയായി. ഇപ്പോൾ എൻ്റെ മുഖത്തുണ്ടല്ലോ ഉറുമ്പ് അടിച്ചു ഗൈസ്. ഇനി പപ്പേനെ അവിടെ പോയി പപ്പേനെ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അത് കാരണമാണ് ഇന്ന് പുറത്തൊക്കെ പോകാമെന്നൊക്കെ വെച്ച്. ലൈസൻസ് ഓൾറെഡി കിട്ടിയില്ലോ, അത് കാരണം തന്നെ. പിന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, ഇപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലൈസൻസ് ഇതൊന്നും ഡോക്യുമെൻറ്റ്സ് ഒന്നും നമുക്ക് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പിയാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഓവർ എക്സൈറ്റഡോ ഓവർ ഇതൊന്നുമല്ല. കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് പോയിട്ട് എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. പെർ പേഴ്സണ് 100 റുപ്പീസാണ് വരുന്നത്. 100 റുപ്പീസിന് ഇത് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയ സമയത്ത് എന്തായാലും വെറുത്തല്ല. നിങ്ങൾ തിരുവനന്തപുരം നൈറ്റായി പോവുകയാണെങ്കിൽ മത്സ്യകന്യകയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാനിതൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പോയ സമയത്ത് പോയാൽ ഇത് വെറുത്തല്ല എന്നുള്ളത്. കുറച്ചുകൂടി നൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കാണാം. പിന്നെ മൈക്കിൾ ബേബിനെ കാണിക്കാനാണ് ഇത് കൊണ്ടുവന്നെങ്കിലും മൈക്കിൾ ബേബി ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും പപ്പ പിന്നെ വീഡിയോ ഷൂട്ടിങ് അപ്ലൈ ചെയ്ത് തുടങ്ങി. മമ്മി പിന്നെ ക്യാമറയ്ക്ക് പോസ് ചെയ്യലും പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നടന്നു. പിന്നെ മൈക്കിൾ ബേബിക്ക് ഇഷ്ടമായി. വീട്ടിലെത്തി കേട്ടാണ് എനിക്ക് മനസ്സിലായത് മൈക്കിൾ ബേബിക്ക് ഇതൊക്കെ കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ മീനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ നോക്കൂ, വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമല്ല. പക്ഷെ ഒരു 100 റുപ്പീസിന് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആകെ കുറച്ചേ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്രയും എത്താത്തത് കൊണ്ടും ആയിരിക്കാം, അറിയത്തില്ല. എന്തായാലും നമുക്കിത് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും ഉണർന്നത്.
പപ്പയൊക്കെ എല്ലാവരുടെയും സെക്ഷനിക്കൊക്കെ കടന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും നമുക്ക് മേടിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഒരാളെ മാത്രം നമുക്ക് പറ്റിക്കാൻ പറ്റിയില്ല. ആരെയാണെന്നറിയോ? മൈക്കിൾ ബേബി അവനാവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റ് എത്തി. ഇത്രയും നേരം അവന് നിലത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആൾ കറക്റ്റ് ഇറങ്ങി ആൾക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചു. പിന്നെ ഞങ്ങൾ അലുവ മേടിച്ചു കഴിഞ്ഞാൽ മമ്മി ഇപ്പം കുറച്ച് കൃഷിയൊക്കെ ഉള്ള കാരണം മമ്മി എന്ത് ചെയ്തു, വിത്തുകളൊക്കെ നോക്കി. പപ്പയ്ക്ക് പിന്നെ മാല മോതിരം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പപ്പ അതും നോക്കി. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല, ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ലോങ് ആണ് പോകാൻ പോകുന്നത്. കണ്ണൂർക്കാണ് പോകാൻ പോകുന്നത്. പപ്പിനും മമ്മിനും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം അതിന് വേണ്ടി പോകാൻ നിൽക്കണം ഗൈസ്. അപ്പോൾ മമ്മി അവിടെ ഉണ്ട്, വൈറ്റ് ബേബി പുറകിലുണ്ട്. അതാളുടെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പോയിട്ട് ഇനി പപ്പ ഇരുട്ടി നിൽക്കാതാ പറഞ്ഞേ. അപ്പം പപ്പേനെ ഇനി ഇരുട്ടി പോയി എടുത്ത് ഇനി കണ്ണൂർ പോകണം. ടെൻഷനുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണല്ലോ പോകുന്നേ. പറ്റാടത്തോളം ക്ലിപ്പൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ വണ്ടി ഇതേ ഇറക്കി വെച്ചു. മമ്മി ഇതേ അവിടെ ഗേറ്റ് അടയ്ക്കുന്നുണ്ട്. മൈക്കിൾ ബേബി ഫ്രണ്ടിലേക്ക് കിടന്നു, ബാക്കിലേക്ക് ഇരുത്തും. ഇവനെ ഞാൻ ഫ്രണ്ടിൽ ഇരുത്താറില്ല, ബിഗിനർ ആണല്ലോ നമ്മൾ. പിന്നെ ഈ വണ്ടി ഓടിച്ച് പഠിപ്പിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ച ചേട്ടൻ തന്നെ വന്നിരുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടാണ് പോകാൻ നിൽക്കുന്നത്. പിന്നെ ഡെയിലിക്ക് എന്തായാലും പോകാറുണ്ട്, ഇരുട്ടി പോകാറുണ്ട്, അങ്ങനെയുണ്ട്. മമ്മി കെയറായി. എവിടെ പോവാ മമ്മി? ഞങ്ങൾ മരുന്നിന് പോവാണ് ഗൈസ്. പേടിയിട്ടോ മമ്മിക്ക്? പേടിയൊന്നുമില്ല ഗൈസ്, എൻ്റെ കൂടെ വരെ പോവാം. ഡ്രൈവർ ബൈക്കിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ പോണ വഴിക്കൊന്ന് നിർത്തിയത് കേട്ടോ, വെള്ളം മേടിക്കാനൊക്കെ ആയിട്ട്. ഇതെവിടെ എത്തിയെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കരുത്. നമ്മൾ 2-2.5 മണിക്കൂർ പിടിച്ചു അവിടെ എത്താനായിട്ട് ഏകദേശം എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഫൈനലി നമ്മളവിടെ എത്തി. പതിയാണ് പോയത്, ഒരു 50 ആ ഒരു ഇതിലൊക്കെ കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ പപ്പേനെ കാണിച്ച് ഇറങ്ങി. ഒരു കുഞ്ഞ് വീഡിയോ ആണ്, 2 ദിവസത്തേക്ക് കൂടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.